Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, തേർഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോർത്തിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ അതിലാദ്യം 3 വെയിറ്റേജിനിൽ വരുമ്പോൾ കൂടുതൽ മണി മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരാറുണ്ട്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കണം നിങ്ങൾ. അതുപോലെ തന്നെ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് അതും ചോദിച്ചിട്ടുള്ളതാണ്. ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റും ഉണ്ട്, മണി മാർക്കറ്റും ഉണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് സാധാരണ SAയ്ക്കും, മണി മാർക്കറ്റ് സാധാരണ 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ടും കൂടുതൽ വരാറുണ്ട്. ഓക്കെ, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ടൈപ്സ് ഓഫ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെ എഴുതാം. ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ NSE ആൻഡ് BSE പലപ്പോഴും വരാറുള്ളതാണ്. ദെൻ നെക്സ്റ്റ് മോഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ്. ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് എങ്ങനെയൊക്കെ ഇഷ്യൂ നടത്താം മറ്റൊരു ചോദ്യമാണ്. ഇനി നമുക്ക് ഡെറിവേറ്റീവ്സിൽ ഏതെങ്കിലും ഒരെണ്ണം പലപ്പോഴും അതിൻ്റെ ഫീച്ചേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. അതിൽ കൂടുതൽ കണ്ടുവരാറ് ഫോർവേഡ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ടാണ്. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഫീച്ചേഴ്സ്. സംഭവം നമുക്ക് ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ് ഇതൊക്കെ ഉണ്ട്, അത് നോക്കി വയ്ക്കുക. ബട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാനിത് പറയുന്നു. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെ നോക്കാം, ഈ പറയുന്ന സ്വാപ്പ്, ഓപ്ഷൻ, ഫ്യൂച്ചർ, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നോക്കാം. ബട്ട് അതിനേക്കാൾ ഉപരി ഫോർവേഡ് റിപ്പീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിലും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ഡിപ്പോസിറ്ററീസ്. ഡിപ്പോസിറ്ററീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിപ്പോസിറ്ററീസ്. ഓക്കെ, നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ 2 വെയിറ്റേജിലും അതുപോലെ തന്നെ മാറി ഇതിലും വരാറുള്ളൊരു ചോദ്യമാണ്. ന്യൂ ഇഷ്യൂ എന്താണ്? റൈറ്റ് ഇഷ്യൂ എന്താണ്? ബോണസ് ഇഷ്യൂ എന്താണ്? അങ്ങനെ 3 കാര്യങ്ങൾ. ഓക്കെ, ഡിപ്പോസിറ്ററീസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫങ്ഷൻസും ചോദിക്കാറുണ്ട് കേട്ടോ. ഫങ്ഷൻസ് ഡിപ്പോസിറ്ററീസിൻ്റെ. ദെൻ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ സെക്കൻഡറി അല്ലെങ്കിൽ സെക്യൂരിറ്റി മാർക്കറ്റ്. സെക്യൂരിറ്റി മാർക്കറ്റ്. ഓക്കെ, സെക്യൂരിറ്റി മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ റോള് നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഫോർവേഡ് കോൺട്രാക്റ്റ്. അപ്പോൾ 3 വെയിറ്റേജിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 എസ്പെഷ്യലി ഡിപ്പോസിറ്ററീസിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിർബന്ധമായി നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് IPO. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. IPOയുടെ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ
അതിൻ്റെ IPO ഗ്രേഡിംഗ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്താണെന്നുള്ളത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. IPO ഗ്രേഡിംഗ് എന്താണ്? IPO ഗ്രേഡിംഗ് എന്താണ്? വാട്ട് ആർ ഇറ്റ്സ് constituents. Okay. സോ ഇതാണ് മറ്റൊരു സജഷൻ. പിന്നെ ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സ് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യണില്ല. വേണമെങ്കിൽ ഇവിടെ അതും കൂടി ഇങ്ങനെ എഴുതാം. ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സ് ചോദിക്കാം. അതുപോലെ തന്നെ ലിസ്റ്റിംഗ് എന്താണ്? അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് ലിസ്റ്റിംഗ് മറ്റൊരു സജഷൻ. പിന്നെ ഡെറ്റ് മാർക്കറ്റിൻ്റെ റിസ്കിനെ പറ്റിയിട്ട് ചോദിക്കാം. റിസ്ക് ഇൻവോൾവ് in the debt market. ഓക്കെ, ഡെറ്റ് മാർക്കറ്റിനെ പറ്റിയിട്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഏരിയയിൽ ബെനഫിറ്റ്സ് ഓഫ് FPI ഉണ്ട്, രണ്ടും നോക്കണം. FDI ഉണ്ട്, FPI ഉണ്ട്, FII ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ FDIയും FPI ആണ് കണ്ടുവരാറ്. നെക്സ്റ്റ് കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കണം. അപ്പോൾ ഓരോന്നിലും ഇത് റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. ദെൻ ബേസിക് ചോദ്യം, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ഡിഫറൻസ് ബേസിക് ചോദ്യമാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ തന്നെ ക്യാപിറ്റൽ ഇൻഫ്ലൂസ് എന്നാണല്ലോ, അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണെന്നുള്ളത് എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബെനഫിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്ലൂസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 3 വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ബേസിക് ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫക്ട്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്, NSE, BSE, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, CBI ഒക്കെ എന്തായാലും നോക്കണം. അത് കൂടുതൽ SEക്ക് വരുന്നുണ്ട്. പിന്നെ ഡെറിവേറ്റീവ്സ്, അതിൻ്റെ ടൈപ്സ്, അതിലേതെങ്കിലും ഒരു ഡെറിവേറ്റീവ്സിൻ്റെ ഇപ്പോൾ ഫോർവേഡിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്തായാലും 4 മതിയല്ലോ, അങ്ങനെ വരുന്നുള്ളതാണ്. ഓക്കെ, മണി മാർക്കറ്റ്, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിഫക്ട്സ്, NSE and BSE, മോഡ്സ് ഓഫ് ഇഷ്യൂയിങ് സെക്യൂരിറ്റി, ഡെറിവേറ്റീവ്സിൻ്റെ ടൈപ്സ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഫീച്ചേഴ്സ്, ഡിപ്പോസിറ്ററീസ് പലപ്പോഴും വരാറുണ്ട്, ഫങ്ഷൻസ്, അതിൻ്റെ സർവീസസ്, ന്യൂ ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ, അതൊക്കെ, റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ സെക്യൂരിറ്റി മാർക്കറ്റ്, IPO ഗ്രേഡിംഗ്, അതിൻ്റെ വാട്ട് ആർ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻസ്, ലിസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറ്റ് മാർക്കറ്റിനെ പറ്റിയുള്ള കൺസെപ്റ്റ്, FDI, FPI, FII, ഇതിൻ്റെയൊക്കെ ബെനഫിറ്റ്സ്, കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഡിഫറൻസ്, പിന്നെ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് പറഞ്ഞു നോക്കാൻ, ബെനഫിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്ലോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 3 വെയിറ്റേജിൻ്റെ ഉള്ള ചോദ്യങ്ങൾ. റിപ്പീറ്റായിട്ട് ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്, ദെൻ വരുന്ന ഇതാണ്. സോ ദാറ്റ്സ് അബൌട്ട് 3 വെയിറ്റേജിൻ്റെ ഡിസ്കഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.